നമസ്കാരം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ ടൈം പീരീഡ്സ് എങ്ങനെയാണ്, ടൈം ലൈൻസിനെയൊക്കെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എവല്യൂഷൻ ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് രാജ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. ഇൻ 1862 എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു സ്റ്റാൻഡർഡൈസ് ഫോംസ് യൂസ്ഡ് ഫോർ കളക്ടിംഗ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ട്രേഡ് ആൻഡ് ഫിനാൻസ്. ട്രേഡ് ആൻഡ് ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1762 ഒരു സ്റ്റാറ്റിസ്റ്റിക് കമ്മിറ്റി സ്ഥാപിതമായത്. ഇൻ 1868 the first statistical abstract of British India was published by the India Office in London. അപ്പോൾ എന്ത് ചെയ്തു, 1868 ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് ഇന്ത്യ പബ്ലിഷ് ചെയ്തു. അത് ഇന്ത്യ ഓഫീസ് ഇൻ ലണ്ടനിലാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ 1862 ഒഫീഷ്യൽ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ, സ്റ്റാറ്റിസ്റ്റിക്സിനെയും ട്രേഡിനെയും കുറിച്ചിട്ടുള്ള ഒഫീഷ്യൽ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മിറ്റി സ്ഥാപിച്ചു. 1868 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്തത് ഇന്ത്യ ഓഫീസ് ഇൻ ലണ്ടനിലാണ് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം 1871 ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് അപ്പോയിന്റഡ് ടു കൺസോളിഡേറ്റ് എക്സിസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പബ്ലിഷ് ദം ടു ഇംപീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യ. അതിനുശേഷം 1871 ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ആ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഇംപീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇംപീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അന്നത്തെ ഒരു പബ്ലിക്കേഷൻ, റിപ്പോർട്ടുകളൊക്കെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അക്കൗണ്ട്, ഫിനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഗസറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ പോലെയുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അന്നത്തെ ഒരു റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു അതോറിറ്റി ആയിരുന്നു ഇംപീരിയൽ ഗസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ കൺസോളിഡേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ് ചെയ്തു. അത് ഫസ്റ്റ് ഡയറക്ടർ ജനറലിന്റെ അപ്പോയിന്റ്മെന്റിന് ശേഷമാണ് അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ വരുന്നത്. ഇൻ 1881 ദ പോപ്പുലേഷൻ സെൻസസ് ലോഞ്ച്ഡ് ഇൻ 1867 ആൻഡ് 1877 വാസ് എക്സ്പാൻഡഡ് ടു പ്രൊവൈഡ് എ സൈമൾട്ടേണിയസ് ഹെഡ് അക്കൗണ്ട് അക്രോസ് ദി എൻറ്റയർ കൺട്രി. 1867 മുതൽ 1877 കാലഘട്ടം വരെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ട് പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്ന ഒരു പോപ്പുലേഷൻ സെൻസസ് ലോഞ്ച് ചെയ്തിരുന്നു. 1867 തൊട്ട് 1877 വരെയുള്ള കാലഘട്ടത്തെ പോപ്പുലേഷൻ നമ്മൾ സെൻസസ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആ പോപ്പുലേഷൻ സെൻസസിനെ നമ്മൾ എന്ത് ചെയ്തു, ആ എൻറ്റയർ കൺട്രിയിലുള്ള പോപ്പുലേഷൻ സെൻസസിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിനെ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആദ്യമായിട്ട് ഇന്ത്യയിൽ നടന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ, ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സെൻസസ് ആണ്. In 1895, a separate statistical bureau was set up, later merged with the Director General of Commerce, Intelligence and Statistics. 1895 സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബ്യൂറോ വന്നു, സെപ്പറേറ്റ് ഒരു അതോറിറ്റി വന്നു. അത് കുറച്ച് കാലയളവിന് ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് മെർജ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 1920 ഡെലിഗേറ്റ് അറ്റ് ദ ബ്രിട്ടീഷ് എംപയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് ഇൻ ലണ്ടൻ കാൾഡ് ഇറ്റ് for the creation of an empowered statistical office in all British colonies. അതിനുശേഷം 1920 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എന്താണ്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരു വലിയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു, ഒരു കോൺഫറൻസ്, ലണ്ടനിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഫോർ ദ ക്രിയേഷൻ ഓഫ് ആൻ എംപവേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇൻ ഓൾ ബ്രിട്ടീഷ് കോളനീസ്. ബ്രിട്ടീഷ് കോളനികൾക്കെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഒഫീഷ്യൽ ഓഫീസ് വേണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഒരു ഒഫീഷ്യൽ ഓഫീസ് വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ 1920 ബ്രിട്ടീഷ് എംപയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് വന്നു. ആ കോൺഫറൻസിന്റെ ഫലമായിട്ടാണ് പിന്നീട് ഇങ്ങോട്ടുള്ള ബ്രിട്ടീഷ് കോളനികളുടെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഒഫീഷ്യലി കളക്ട് ചെയ്യാൻ തുടങ്ങിയതും ഒഫീഷ്യലി അത് റെക്കോർഡ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങിയതും. 1920 ബ്രിട്ടീഷ് എംപയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് ലണ്ടനിൽ കണ്ടക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് കോളനികളെല്ലാം തന്നെ ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യണമെന്നും ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയൊക്കെ മെർജ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വേണമെന്നും 1920 ഉണ്ടായിരുന്ന കോൺഫറൻസിൽ തീരുമാനിക്കപ്പെടുന്നു.
In 1925, an official committee headed by Ms. M. Vishwesvaraya was tasked to assess gap in the economic statistics of British India and suggest remedies. അപ്പോൾ 1925 എം വിശ്വേശ്വരയ്യ ചെയർമാനായ ഒരു കമ്മിറ്റി സ്ഥാപിതമാവുകയും ആ കമ്മിറ്റിയിൽ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് മാറ്റി നമുക്ക് പുതിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. ബ്രിട്ടീഷ് സിസ്റ്റമോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, അത് മാറ്റണം. നമ്മുടെ കൺട്രിക്ക്, നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കണ്ടീഷൻസുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വരണമെന്ന് എം വിശ്വേശ്വരയ്യ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഇറ്റ് റെക്കമെൻഡഡ് സെറ്റിംഗ് അപ്പ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ. അപ്പൊ എം വിശ്വേശ്വരയ്യ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ഇന്ത്യയിൽ സ്ഥാപിതമാകണമെന്ന് വരുന്നത്. അപ്പം എം വിശ്വേശ്വരയ്യയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 1925 ഒരു ഒഫീഷ്യൽ കമ്മിറ്റി ഹെഡഡ് ബൈ എം വിശ്വേശ്വരയ്യ അല്ലെങ്കിൽ എം വിശ്വേശ്വരയ്യ ചെയർമാൻ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കമ്മിറ്റി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വേണമെന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ കമ്മിറ്റി സ്ഥാപിതമായത് 1925. A committee comprising A.L. Bowley and D.H. Robertson was appointed to suggest a roadmap for an economic census in India. 1934 A.L. Bowley and D.H. റോബിൻസനെ കുറിച്ച് മറ്റൊരു കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ മറ്റൊരു കമ്മിറ്റി സ്ഥാപിതമാവുകയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എക്കണോമിക് സെൻസസ് വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ A.L. ബൗളി ആൻഡ് D.H. റോബർട്ട്സൺ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ എക്കണോമിക് സെൻസസ് വേണമെന്ന് പറഞ്ഞത്. 1934 ഈ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. In 1946, an interdepartmental committee of statisticians headed by the economic advisor Theodore George was tasked to find ways to coordinate the collection of official statistics in India. 1946 തെഡോർ ഗ്രിഗറി ഹെഡ് ആയിട്ടുള്ള ചെയർമാൻഷിപ്പിൽ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മിറ്റി സ്ഥാപിതമാവുകയും ആ കമ്മിറ്റി ഇന്ത്യയിലെ പലതരത്തിലുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്ന ടാസ്കോട് കൂടിയാണ് ഈ കമ്മിറ്റി സ്ഥാപിതമാകുന്നത്. പലതരത്തിലുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുകൾ, ബ്രിട്ടീഷ് രാജ്യത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുകൾ കോർഡിനേറ്റ് ചെയ്യുകയും കോർഡിനേഷന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ത്യയിലെ കറന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. 1946 ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വരികയും അതിന്റെ ചെയർമാനായിട്ട് അഡ്വൈസർ ആയിട്ടുള്ള തിയോഡോർ ഗ്രിഗറിയെ നിയമിക്കുകയും ചെയ്തു. തിയോഡോർ ഗ്രിഗറിയുടെ അല്ലെങ്കിൽ ആ ഒരു തിയോഡോർ ഗ്രിഗറി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡിഫറന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുകളെ കോർഡിനേറ്റ് ചെയ്യുകയും ഡേറ്റ കളക്ട് ചെയ്യിപ്പിക്കുക എന്നതുമായിരുന്നു. ഇത്രയും ഡെവലപ്മെന്റുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിലിമിനറി ഡെവലപ്മെന്റുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുന്നേയാണ് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വേണമെന്നും അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസും റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവന്നിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അന്നത്തെ ഗവൺമെന്റ് ഫേസ് ചെയ്തിരുന്നു. പ്രോബ്ലംസ് വിത്ത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്സ് വഴി ഫേസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഒരുപാട് കമ്മീഷൻസും കമ്മിറ്റികൾ വരികയും അതിനെ ഓവർകം ചെയ്ത് ഇന്ത്യ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു വെൽ ഡെവലപ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോൾ പ്രോബ്ലംസ് വിത്ത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ് പോയിന്റ് ഈസ് സെൽഫ് ഇൻട്രസ്റ്റ്. കൊളോണിയൽ എഫേർട്സ് ടു develop the statistical system were driven by the need to track a key market for English products. അപ്പോൾ നമുക്കറിയാമല്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് തന്നെ ഇന്ത്യയെ ഒരു അടിമക്കച്ചവടം അല്ലെങ്കിൽ ഒരു അടിമത്തത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കപ്പെടുന്ന ഒരു മാർക്കറ്റ് ആയിട്ടാണ് ഇന്ത്യയെ കണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു. അതായത് അവരുടെ പ്രോഡക്റ്റുകളെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ തരത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് ആയിട്ടാണ് അവർ ഇന്ത്യയെ കണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് മാത്രമാണ് അവർ കളക്ട് ചെയ്യുന്നത്. സെൽഫ് ഇൻട്രസ്റ്റ് എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തെ അവർ കൺവേർട്ട് ചെയ്തത്. ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വെർ വെൽ ഡെവലപ്ഡ് വൈൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് വെർ വീക്ക്. അപ്പോൾ എന്താണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ട്രേഡിനായിരുന്നു. അല്ലെ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് ട്രേഡിന് വേണ്ടിയിട്ടാണ്.
വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രമേ ബ്രിട്ടീഷുകാർ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. അത് ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് വെൽ ഡെവലപ്ഡ് ആയിരുന്നു. എവിടെയാണ് പ്രൊഡക്ഷന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസും മറ്റും ഒക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്നും അവരുടെ പ്രോഡക്റ്റ് എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻസിനെ കുറിച്ചോ നമ്മുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റുകളെ കുറിച്ചോ യാതൊന്നും തന്നെ ഇവർ ചെയ്തതുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് ഇവർ കളക്ട് ചെയ്തതുമില്ല. അപ്പോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റും ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടങ്ങളിൽ വളരെ വീക്കായിരുന്നു. Non-implementation of reforms. Several official committees suggested reforms to correct the lopsided development of the official statistical system, but most recommendations were not implemented. അപ്പോൾ എന്താണ് ഈ ഇന്ത്യയിൽ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് റിഫോംസുകൾ, പുത്തൻ നിയമങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം നടപ്പിലാക്കണം എന്നൊക്കെ കുറേ തീരുമാനങ്ങൾ വരികയും അതൊന്നും തന്നെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്തു. അതും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഫേസ് ചെയ്തിരുന്ന വലിയൊരു പ്രോബ്ലം ആയിരുന്നു. നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിഫോംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കുക. സെവറൽ പല കമ്മിറ്റികൾ സജസ്റ്റ് ചെയ്യുന്ന ഇംപ്ലിമെന്റേഷൻസുകൾ ഒന്നും തന്നെ നടത്താതിരിക്കുക എന്നതും വളരെ ഒരു പ്രശ്നമായിരുന്നു. പ്രൊപ്പഗണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വെയർ യൂസ്ഡ് ടു ഷോ ഇന്ത്യൻ സബ്ജക്ട് ആൻഡ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഹൗ വെൽ ദ കൺട്രി വാസ് ബീങ് ഗവേൺഡ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് നിയമങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ നടപ്പാക്കാം എന്നുള്ളതാണ്. ഇന്ത്യൻ കണ്ടീഷൻസിനനുസരിച്ച്, ഇന്ത്യൻ എക്കോണമിക് കണ്ടീഷൻസിനനുസരിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആയിരുന്നില്ല ഡെവലപ്പ് ചെയ്തിരുന്നത്. അതും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. ഡേറ്റ കളക്ഷൻ ലിമിറ്റേഷൻസ് ആണ്. The Economic Inquiry Committee 1925 headed by M. Vishveshwaraya noted major limitations in data collection, particularly on domestic production and incomes. അപ്പം എം വിശ്വേശ്വരയ്യ ചെയർമാനായ കമ്മിറ്റിയുടെ പേര് എക്കണോമിക് എൻക്വയറി കമ്മിറ്റി എന്നുള്ളതാണ്. 1925 ഈ കമ്മിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ വിശ്വേശ്വരയ്യ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവരുടെ നിരീക്ഷണത്തിൽ അവർക്ക് മനസ്സിലായത് മേജർ ലിമിറ്റേഷൻസ് ഇൻ ഡേറ്റ കളക്ഷൻ പെർട്ടിക്കുലർലി ഓൺ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് ഇൻകം. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻസിനെ കുറിച്ചും ഇന്ത്യയിലെ വരുമാനങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ഡേറ്റ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വഴി കളക്ട് ചെയ്യുന്നില്ല എന്ന് ആർക്ക് മനസ്സിലാകുന്നു? എക്കണോമിക് എൻക്വയറി കമ്മിറ്റിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്നതായി, കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്നു. അതിൽ 1-2 നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള തന്നെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒഫീഷ്യൽസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മിറ്റികൾ 1-2 സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മിറ്റികൾ ഫോം ചെയ്യും. ഇപ്പോൾ എക്കണോമിക് എൻക്വയറി കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ കളക്ഷനിൽ ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇന്ത്യയിൽ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വരുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. അതിനാദ്യമായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് മഹാലാനോബിസ് മോഡൽ കമ്മിറ്റി. അല്ലെങ്കിൽ മഹാലാനോബിസ് മോഡലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മഹാലാനോബിസ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് അതെപ്പോഴാണ് അപ്പോയിൻമെന്റ് ചെയ്തതെന്നും അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ അതുവരെ നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷന് ആനുപാതികം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നല്ലായിരുന്നു. ഇന്ത്യയുടെ ഇൻകങ്ങളെക്കുറിച്ചോ ഇൻകം ജനറേഷൻസിനെ കുറിച്ചോ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചോ ഒന്നും തന്നെ ഉള്ളൊരു ഡേറ്റ കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1949 മഹാലാനോബിസ് കമ്മിറ്റീനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. 1949 ഇന്ത്യൻ ഗവൺമെന്റ് മഹാലാനോബിസ് കമ്മിറ്റീനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം കമ്മിറ്റി എന്നാണ് മഹാലാനോബിസ് കമ്മിറ്റീനെ നമ്മൾ പറയുന്നത്. നാഷണൽ ഇൻകം കമ്മിറ്റി. National Income Committee plays a crucial role in the India's
ഇന്ത്യാസ് ഡെവലപ്മെന്റ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൽ നാഷണൽ ഇൻകം കമ്മിറ്റി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ 1949 മഹാലാനോബിസ് കമ്മിറ്റി ഇന്ത്യയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുന്നത്. അതിനെ നാഷണൽ ഇൻകം കമ്മിറ്റി എന്നാണ് പറയുന്നത്. നാഷണൽ ഇൻകം കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം യൂണിഫോം ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാസിന്റെ അവൈലബിലിറ്റി ആവശ്യമായിരുന്നു. നമ്മുടെ ലീഡേഴ്സിനൊക്കെ ഡിസിഷൻസ് എടുക്കാൻ, ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഡേറ്റയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ഡേറ്റ കളക്ഷന് വേണ്ടി അപ്പോൾ ഇന്ത്യയിൽ അതുവരെ നിലവിലുള്ള ബ്രിട്ടീഷ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നില്ല. അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ട്രേഡിനെ ആയിരുന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ഇൻകത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ വരുമാനത്തെക്കുറിച്ചും അവരുടെ എക്സ്പെൻസുകളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഇക്കോണമിക് കണ്ടീഷൻസിനെയൊക്കെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1949 ഇന്ത്യൻ ഗവൺമെന്റ് മഹാലാനോബിസിനെ ചെയർമാനായിട്ട് പ്രൊഫസർ PC മഹാലാനോബിസിനെ ചെയർമാൻഷിപ്പിൽ നാഷണൽ ഇൻകം കമ്മിറ്റി സ്ഥാപിക്കുന്നത്. നാഷണൽ ഇൻകം കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ഇൻകം എങ്ങനെയാണ് ഇൻകം ജനറേഷനെ കുറിച്ച്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകളെയൊക്കെ കുറിച്ചിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്തത്. മഹാലാനോബിസ് കമ്മീഷന്റെ കോമ്പോസിഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മെമ്പർ എന്ന് പറയുന്നത്. ചെയർമാൻ പ്രൊഫസർ PC മഹാലാനോബിസ് ആയിരുന്നു. Professor D.R. Gadgil and V.K.R. Rao are the major members of this commission. അപ്പോൾ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് PC മഹാലാനോബിസ് ആയിരുന്നു. ഈ കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നത് V.K.R. റാവും D.R. ഗാഡ്ഗിലും ആയിരുന്നു പ്രധാന മെമ്പേഴ്സ്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടിയാണ് ഇന്ത്യയിലെ ഇൻകം ജനറേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻകം സോഴ്സ് ഓഫ് ഇൻകത്തെ കുറിച്ചിട്ടൊക്കെയുള്ള റിപ്പോർട്ട് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. മഹാലാനോബിസ് മോഡൽ 1949 ഇതെന്ത് ചെയ്തിരിക്കുന്നത്, കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഈ കമ്മീഷൻ സ്ഥാപിതമായതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻകം ജനറേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമാവുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷനും സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ സിസ്റ്റംസും തമ്മിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസും സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസും തമ്മിൽ മെർജ് ചെയ്തിട്ട് ഒരുമിച്ച് യൂണിഫോം ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുക എന്നൊക്കെയുള്ളതായിരുന്നു മഹാലാനോബിസ് മോഡലിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സയന്റിഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തതും സയന്റിഫിക്കൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് വഴി ഡേറ്റ കളക്ട് ചെയ്തതും സാമ്പിൾ സർവേ കമ്മീഷൻസ് ഒക്കെ വന്നത് മഹാലാനോബിസ് മോഡൽ അല്ലെങ്കിൽ മഹാലാനോബിസ് കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ്. മഹാലാനോബിസ് കമ്മീഷനെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു മൈൽ സ്റ്റോൺ കാലഘട്ടം എന്നാണ് പറയുന്നത്. 1949 ഈ കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ India's independence that a serious effort was made to revamp the statistical infrastructure. ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാലാനോബിസ് മോഡലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ പ്രോപ്പറായിട്ട് ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ, അഡ്മിനിസ്ട്രേഷൻ ഇല്ലാണ്ട് കിടക്കുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മഹാലാനോബിസ് കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പ്രൊഫസർ PC മഹാലാനോബിസ് ലെഡ് ദിസ് ഡ്രൈവ്. മഹാലാനോബിസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് PC മഹാലാനോബിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ മഹാലാനോബിസ് മോഡൽ ഓഫ് ഡേറ്റ കളക്ഷൻ റിലൈഡ് ലാർജ്ലി ഓൺ റാൻഡം സാമ്പിളിംഗ്, സ്ട്രെങ്തൻഡ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സപ്പോർട്ടഡ് ഇന്ത്യാസ് സെക്കൻഡ് 5-year പ്ലാൻ. അപ്പോൾ പ്രധാനമായിട്ടും ഇവർ ചെയ്ത കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ്, റാൻഡം ആയിട്ട്, അതായത് ഈക്വൽ ചാൻസ് ഓഫ് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് കൊണ്ടുവന്നതേ മഹാലാനോബിസ് കമ്മീഷനാണ്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് കോൺസെപ്റ്റ് കൂടുതൽ പ്രിവൈലിംഗ് ആവുന്ന, ഇന്ത്യയിൽ പ്രിവൈലിംഗ് ആവുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് കൂടുതൽ പബ്ലിസിറ്റി ചെയ്യുന്നത് മഹാലാനോബിസ് കമ്മീഷനാണ്. സ്ട്രെങ്തൻഡ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്തു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇപ്പോൾ നിലവിൽ അത് NSOയുടെ ഭാഗമാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് സ്ഥാപിതമായതും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസിന്റെ ഡെവലപ്മെന്റും എല്ലാം മഹാലാനോബിസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സെക്കൻഡ് 5-year പ്ലാൻസിൽ മേജർ റെക്കമെൻഡേഷൻസ് കൊടുത്തതും സപ്പോർട്ട് ചെയ്തതും ഒക്കെ മഹാലാനോബിസ് കമ്മീഷനാണ്. നമുക്കറിയാം സെക്കൻഡ് 5-year പ്ലാനിൽ ഓൾറെഡി നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മഹാലാനോബിസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് 5-year പ്ലാനിൽ മേജർ കണ്ടീഷൻസ് ഒക്കെ വരുന്നത്.
UNFPO's principles and their implementation status in India. UNFPOs എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഗ്ലോബൽ ഫ്രെയിംവർക്ക് എന്നാണ് നമ്മൾ UNFPOസിനെ പറയുന്നത്. ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് UNFPOs എന്ന് പറയുന്നത്. ഈ UNFPOസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ എക്കോണമിയിലേക്ക് UNFPOs പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അതിനുശേഷം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. റിലവൻസ്, ഇംപാർഷ്യാലിറ്റി ആൻഡ് ഈക്വൽ ആക്സസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി ആൻഡ് ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ്സ്, അഡ്വാൻസ് റിലീസ് കലണ്ടേഴ്സ്, പബ്ലിക് ഡിസമിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ്. പ്രധാനമായിട്ടും റിലവൻസ്, ഇംപാർഷ്യാലിറ്റി ആൻഡ് ഈക്വൽ ആക്സസ് ആണ്. കൃത്യമായിട്ടുള്ള എല്ലാ ഏരിയയും കണക്ട് ചെയ്തുകൊണ്ടെങ്കിൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഈക്വൽ ആക്സസിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കമ്മിറ്റികളെ ആവശ്യമാണ്, ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ്സുകളെ ആവശ്യമാണ്. ആ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഡേറ്റ കളക്ഷൻ നടക്കുകയുള്ളൂ. അഡ്വാൻസ് റിലീസ് കലണ്ടേഴ്സ്, നമ്മൾ ഓരോ വർഷവും കളക്ട് ചെയ്യേണ്ട ഡേറ്റ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമ്മൾ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി നമ്മൾ നിശ്ചയിക്കണം. അതുപോലെ തന്നെ പബ്ലിക് ഡിസമിനേഷൻ ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളൊക്കെ പബ്ലിക്കിന് അവൈലബിൾ ആകുന്ന രീതിയിൽ, പബ്ലിക്കിനും കൂടി അവൈലബിൾ ആകുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അവർക്കും കൂടി അണ്ടർസ്റ്റാൻഡ് ആകുന്ന ഫോമാറ്റിൽ പ്രിപ്പയർ ചെയ്യണം എന്നാണ് UNFPOസിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾസ് റിലവൻസ്, ഇംപാർഷ്യാലിറ്റി ഇൻ ഈക്വൽ ആക്സസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ആ ഒരു പ്രിൻസിപ്പിൾ ഇന്ന് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ UNFPOസിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒഫീഷ്യൽസിനെ അപ്പോയിൻമെന്റ് ചെയ്യും അല്ലേ. ഒരുപാട് ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, എന്യൂമറേറ്റേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതിന്റെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തൊട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സ്ട്രക്ചർ ഒക്കെ പഠിച്ചതാണ്. ആ സമയത്ത് അത്രയും ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അത്രയും മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ് ഫോളോ ചെയ്യുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. സയന്റിഫിക് സാമ്പിളിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. സൂപ്പർവിഷൻ ബൈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, എപ്പോഴും സാമ്പിൾ ഡേറ്റ കളക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻ നടക്കേണ്ടത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ അണ്ടറിലായിരിക്കണം എന്നൊക്കെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നവർ തൊട്ട് ഓൾ ദ മെമ്പേഴ്സും എല്ലാവരും എത്തിക്കൽ ആയിട്ടുള്ള വർക്ക്സ്, എത്തിക്കൽ റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നവരായിരിക്കണം. സയന്റിഫിക് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡുകൾ ഉണ്ടല്ലേ, അത് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡുകൾ, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കും. റാൻഡം, നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ്, നമ്മൾ ഓരോ കണ്ടീഷനും, ഓരോ എക്കണോമിക് കണ്ടീഷൻസിനും ഏതൊക്കെ സാമ്പിളിംഗ് മെത്തേഡുകളാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കണം. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ അനലൈസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാംസ് ഒക്കെ, ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഏരിയയിൽ എത്ര മെയിൽസ്, ഫീമെയിൽസ്, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻസ്, അവരുടെ ഇൻകം, അങ്ങനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ചാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള, പബ്ലിക്കിനും കൂടി അവൈലബിൾ ആകുന്ന, അവർക്കും കൂടി അണ്ടർസ്റ്റാൻഡ് ആകുന്ന രീതിയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. സൂപ്പർവിഷൻ ബൈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ അണ്ടറിലായിരിക്കണം എപ്പോഴും സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. അക്കൗണ്ടബിലിറ്റി and transparency, availability of relevant documents in the public domain, പബ്ലിക്കിന്റെ ആവശ്യാനുസരണം നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെന്റ്സ് ഒഫീഷ്യൽ, നമ്മൾ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെന്റുകളൊന്നും അല്ല, എങ്കിലും നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ഇന്ത്യൻ ഗവൺമെന്റ് ജനറൽ പബ്ലിക്കിന് വേണ്ടി പബ്ലിഷ് ചെയ്യണം എന്നുണ്ട്. ജനറൽ പബ്ലിക്കിന് അത് ആവശ്യമാണെങ്കിൽ, ആക്സസ് ചെയ്യണമെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യണമെന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും കൂടി അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യണം. പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ്, കോംപ്രഹെൻസീവ് മെറ്റാ ഡേറ്റ, എക്സ്പ്ലനേറ്ററി നോട്ട്സ് ആൻഡ് പ്രസ് ക്ലാരിഫിക്കേഷൻസ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഡേറ്റ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഡേറ്റയെ മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു നിലവിലൊരു ഇന്റർനെറ്റ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഡേറ്റ പ്രൈവസിയുമായിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ സീക്രട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു
പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റ മിസ്യൂസ് ചെയ്യാണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോഴ്സസ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് നാഷണൽ മിറ്റാഡേറ്റ സ്ട്രക്ചർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഡക്റ്റ്. ഇപ്പം നിലവിൽ നമ്മൾ മിറ്റാഡേറ്റാസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെയും ഡയറക്റ്റ് ഡേറ്റ കളക്ഷന്റെയും അടിസ്ഥാനത്തിലാണ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ ഡേറ്റാസ് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് തന്നെ നമുക്കറിയാം പല പല ഗ്രൂപ്പുകൾ, പല പല ഓർഗനൈസേഷൻസ് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി, അനോണിമൈസേഷൻ ഓഫ് ഐഡന്റിഫിക്കേഷൻ പെർട്ടിക്കുലേഴ്സ് ഓഫ് പേഴ്സൺസ്, എൻറ്റിറ്റീസ്, റെസ്പോണ്ടൻസ്. കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് മാത്രം, അത് പേഴ്സൺസിനെ കുറിച്ചായാലും എൻറ്റിറ്റീസിനെ കുറിച്ചിട്ടാണെങ്കിലും റെസ്പോണ്ടൻസിനെ കുറിച്ചിട്ടാണെങ്കിലുമുള്ള ഡേറ്റാസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ ഡേറ്റയും നമുക്ക് ജനറൽ പബ്ലിക്കിന് വേണ്ടി പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല എങ്കിലും മെജോറിറ്റി ഓഫ് ദ ഡേറ്റാസ് ജനറൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഡേറ്റയുടെ ഒരു മിസ്യൂസ് അല്ലെങ്കിൽ അത് മിസ്യൂസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയും ഡേറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തും പോകണമെന്നൊക്കെയാണ് യുണൈറ്റഡ് നേഷൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലെജിസ്ലേഷൻ. കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008ലും സെൻസസ് ആക്ട് 1940 ആക്ടിലും വരുന്നുണ്ട്, 1948ലും വരുന്നുണ്ട്. 1948ലെ സെൻസസ് ആക്ടിന്റെയും 2008ലെ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ വർക്ക് ചെയ്യുന്നത്. നാഷണൽ കോർഡിനേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആസ് എ നോഡൽ ഏജൻസി. ഇന്ന് ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഇതൊരു സെൻട്രൽ ഓർഗനൈസേഷൻ ആണ്. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സെൻട്രൽ ഓർഗനൈസേഷൻ ആണ്. ഈ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ ഈ മിനിസ്ട്രി ഓഫ് MOSPIയുടെ കീഴിലായിരിക്കണം ബാക്കി വരുന്ന സ്റ്റേറ്റുകളുടെ ഓർഗനൈസേഷൻസ് ഒക്കെ. ഒരു നാഷണൽ ലെവൽ കോർഡിനേഷൻ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. യൂസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഇന്റർനാഷണൽ വൈഡർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകളും കോൺസെപ്റ്റുകളും ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ ഡേറ്റ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫോളോ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാനും നമ്മുടെ എക്കോണമിയുടെ കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഇന്ത്യസ് പാർട്ടിസിപ്പേഷൻസ് ഇൻ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോറംസ്, ഇന്ത്യസ് elected as a member of the United Nations Statistical Commission for the term 2024-2027. ഇതൊരു റീസെന്റ് അപ്ഡേഷൻ ആണ്. UNFPOസിന്റെ പ്രിൻസിപ്പിൾസ് നമ്മളിപ്പോൾ ഒരു ടൈം ലൈൻ പഠിച്ചു വരികയാണെങ്കിലും ഇതൊരു റീസെന്റ് അപ്ഡേഷൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇന്ത്യ നിലവിൽ 2024 മുതൽ 2024 മുതൽ 2027 വരെ യുണൈറ്റഡ് നേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എന്താണ് UNSCയുടെ ഒക്കെ ഒരു മെമ്പറാണ്. ഏത് കാലഘട്ടം വരെയാണ്? 2024ലാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. കാലാവധി 2027 വരെ ഉണ്ട്. ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് വഴി നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇന്റർനാഷണൽ കോർഡിനേഷൻസ് ഒക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അലയൻസുകളും യൂറോപ്യൻ യൂണിയൻ കോൺട്രിബ്യൂഷൻസും ഒക്കെ ഉണ്ട്. ഇന്റർനാഷണൽ റിലേറ്റഡ്, ട്രേഡ് റിലേറ്റഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേറ്റഡ് ഒരുപാട് കമ്മീഷൻസും ഏജൻസീസും ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ മെജോറിറ്റി ഓർഗനൈസേഷൻസിലും ഇന്ത്യ മെമ്പറാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലൊക്കെ. How can a national policy on official statistics NPOs help? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് NPOs എന്ത് അവരുടെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നാണ്. NPOs can structurally transform the statistical ecosystem in the following ways. Creation of integrated data system. ഇപ്പൊ NPOs ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഇന്ത്യയിൽ ഒരു ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം സ്ഥാപിച്ചു. And ideas led by MSPOI would interlink data set across ministries and state, enable interoperability. അപ്പോൾ NPOസിനെ, നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം വരികയും ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പല സ്റ്റേറ്റുകളിലെ മിനിസ്ട്രീസിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്ലാനിംഗ് അതോറിറ്റികളിൽ നിന്നിട്ട് നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്ത് ഒരു നാഷണൽ ലെവൽ കോർഡിനേഷന് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ
സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീ ഫീച്ചേഴ്സ് ആണ് ഡിജിറ്റൽ സർവേ പ്ലാറ്റ്ഫോം CAPI ഓൺലൈൻ പോലെയുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ സർവേ പ്ലാറ്റ്ഫോംസുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ സർവേകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഇപ്പം പഞ്ചായത്ത് ലെവൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് കൂടുതലും ഓൺലൈനായിട്ടാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ്. ഡേറ്റ വെയർഹൗസ് ഫോർ ഇൻജസ്റ്റൻ സ്റ്റോറേജ് പ്രോസസ്സിംഗ് അനലിറ്റിക്സ് ആൻഡ് അച്ചീവിങ്. ഡേറ്റ വെയർഹൗസ് ഉണ്ട്. നമ്മുടെ ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മൾക്ക് ആദ്യം തൊട്ട് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള നിലവിലുള്ള എല്ലാ ഡേറ്റാസും കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഡേറ്റ വെയർഹൗസ് ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഫോർ ആക്സസ് ആൻഡ് ഡിസമിനേഷൻ. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്കുണ്ട്. അതർ ബെനിഫിറ്റ്സ് ഇന്നവേഷൻ ഹബ് ഫോർ AI ആൻഡ് മെഷീൻ ലേണിംഗ്, ഒപ്റ്റിമൈസ്ഡ് യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. മറ്റ് ബെനിഫിറ്റുകളാണ്. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് ഹെൽപ്പോട് കൂടിയാണ്. ഒപ്റ്റിമൈസ്ഡ് യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യയിൽ നിന്ന് ഫോളോ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആണ്. മോണിറ്ററിംഗ് ഓഫ് ഗവൺമെന്റ് പ്രോഗ്രാംസുകൾ എല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്നത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ്. സപ്പോർട്ട് ഫോർ റെഗുലർലി ആൻഡ് ഓഡിറ്റ് ആക്ടിവിറ്റീസ്. ഇന്ത്യയിലെ ഓഡിറ്റ് ആക്ടിവിറ്റീസ് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു. ബെറ്റർ ടാർഗറ്റിംഗ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ബെറ്റർ ആയിട്ട് എന്തെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടൊക്കെ ഇന്നത്തെ നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസും NPOs ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പോസ്റ്റ് മഹാലാനോബിസ് സിറപ്പ് ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ 1-2 റീസെന്റ് അപ്ഡേഷൻ പറഞ്ഞെങ്കിലും നമ്മൾ കൂടുതലും പറഞ്ഞത് മഹാലാനോബിസ് മോഡൽസ്, മഹാലാനോബിസ് ഇംപ്ലിമെന്റേഷൻസ് ഒക്കെയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മഹാലാനോബിസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. പോസ്റ്റ് മഹാലാനോബിസ് എറ, മഹാലാനോബിസിന്റെ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ്. ആഫ്റ്റർ മഹാലാനോബിസ് ഡെത്ത് ഇൻ 1972 1972 മഹാലാനോബിസിന്റെ മരണശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വീക്കൻഡ്, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക് സിസ്റ്റം വീക്കനായി, അല്ലെങ്കിൽ എന്താണ് അത് വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് പോയി. എന്തൊക്കെ കൊണ്ടാണ്? ഗ്രോയിങ് ഇൻസുലാരിറ്റി വിത്ത് ദ വേൾഡ്. നമ്മുടെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡും അല്ലെങ്കിൽ ഒരു കോർഡിനേഷനും ഗ്ലോബൽ ലെവലിൽ ഒരു ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതോ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ ഇന്ത്യ എത്താൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യയുടെ ഡേറ്റ കളക്ഷൻ പ്രോപ്പർ അല്ലാണ്ട് മാറി. ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ എല്ലാ രാജ്യങ്ങളും ഏകദേശം ഡേറ്റ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. ഡിക്ലൈനിങ് ഇൻഫ്ലുവൻസ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷന്റെ ഇൻഫ്ലുവൻസ് കുറയുന്നത്. റിവൈവൽ എഫേർട്സ്. അതിനുശേഷം ഇപ്പം ഇത്രയ്ക്ക് മഹാലാനോബിസിന്റെ മരണശേഷം ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഒരുപാട് വീക്കായി എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നമ്മുടെ രോഗരാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ കോർഡിനേഷൻസും കമ്പ്യൂട്ടർ റിസോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതും പ്ലാനിംഗ് കമ്മീഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതൊക്കെ മഹാലാനോബിസിന് ശേഷം ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫേസ് ചെയ്തിരുന്ന പ്രധാന പ്രശ്നങ്ങളായിരുന്നു. അതിനുശേഷം ഒരു റിവൈവൽ എഫേർട്ട്, വീണ്ടും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1979 ശ്രീ രംഗരാജൻ കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഫോളോവേഡ് ബൈ ദ കോസ്ട്രോ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ കോസ്ട്രോ കമ്മിറ്റി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് 1979 രംഗരാജൻ കമ്മിറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അപ്പോയിന്റഡ് ഇൻ ഏർലി 2000s അണ്ടർ രംഗരാജന്റെ കീഴിൽ 2000 കാലഘട്ടത്തിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. രംഗരാജൻ കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. MOSPI സെക്രട്ടറി ആസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്ഷൻ ഇംപ്ലിമെന്റഡ്. അപ്പൊ എന്താണ്? MOSPI സെക്രട്ടറി ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്ഷൻ ആയിട്ട് നിൽക്കേണ്ടത് എന്നാര് പറഞ്ഞു? രംഗരാജൻ പറഞ്ഞു. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൊരു ആണ്. സ്റ്റാറ്റ്യൂട്ടറി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. NSSC സെറ്റപ്പ് ഇൻ 2006 ബട്ട് നോട്ട് ഗിവൺ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്. അപ്പൊ എന്തോ NSSC 2006 സ്ഥാപിതമായെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസുകൾ ഒന്നും തന്നെ NSSCക്ക് ഉണ്ടായിരുന്നില്ല. റിഫോം കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 1953 കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ടിന് റിഫോം ചെയ്ത് 2008 ഒരു പുതിയ ആക്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് 2 പോയിന്റാണ് ഇവിടെ നമുക്ക് വരുന്നത്. 2 പീരീഡ്സ് ആണ് കിട്ടുന്നത്. 1953 പ്രൊവൈലിംഗ് ആയിട്ടുള്ള ആദ്യത്തെ
കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ട് വരുന്നത് 1953 അത് കഴിഞ്ഞ് അതിനെ സി രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ റിഫോം ചെയ്യുകയും 2008 വീണ്ടും ഒരു കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് നിലവിൽ വരികയും ചെയ്തു. ബട്ട് വിത്ത് ലിമിറ്റഡ് പവേഴ്സ് ആണ്. അത് ഒരുപാട് വലിയ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയൊന്നും അല്ല. ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ വെയർ ഹൗസ് വേണം. അറ്റംപ്റ്റ് മെയ്ഡ് ബട്ട് സ്റ്റിൽ നോട്ട് ഫുള്ളി ഇംപ്ലിമെന്റഡ്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ വെയർ ഹൗസ് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അത് പൂർണ്ണമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. എക്കണോമിക് സെൻസസ് ഡ്യൂറിംഗ് ഹൗസ് ലിസ്റ്റിംഗ് ഫേസ്. എക്കണോമിക് സെൻസസ് എന്ന് പറയുന്നത് ഒരു ഹൗസ് ലിസ്റ്റിംഗ് ഫേസ് ആയിട്ട് മാറ്റണം. അതും ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു റെക്കമെൻഡേഷൻ ആണ്. ചലഞ്ചസ് പ്രസന്റ് ഇൻ ഇന്ത്യാസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൽ സി രംഗരാജൻ കമ്മീഷന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കൊണ്ട് ഇന്ത്യ ഫേസ് ചെയ്തെന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ചാലഞ്ചസ് ഇൻ പ്രസന്റ് ഇന്ത്യാസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. നിലവിൽ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. Interruption in census. The uninterrupted run of India's population census since 1818 has been broken. The 2021 census has been postponed indefinitely. അതുപോലെ തന്നെ 1881 മുതൽ ഉണ്ടാകുന്ന ഇന്ത്യയുടെ പോപ്പുലേഷൻ സെൻസസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പോപ്പുലേഷൻ ഇൻക്രീസിംഗ് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഡേറ്റ കളക്ഷൻ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. 2021 സെൻസസിനെ പോസ്റ്റ്പോൺ ചെയ്തതും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്തു. ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ഡേറ്റ സെറ്റ്. ഓൾദോ ദ നമ്പർ ഓഫ് ഡേറ്റ സെറ്റ്സ് ഈസ് ഇൻക്രീസിംഗ്, ക്വാളിറ്റി റിമൈൻസ് അൺഇവൻ അക്രോസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സ്റ്റേറ്റ്. ഡേറ്റ സെറ്റുകൾ കൂടി നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മുടെ ഡേറ്റയുടെ ക്വാളിറ്റി അത്രത്തോളം ഇംപ്രൂവ് ആയിട്ടില്ല. ഒരുപാട് ഡേറ്റ ലഭിക്കുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകൾ വഴി സ്റ്റേറ്റിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും ഒക്കെ ലെവലിൽ നിന്ന് നമുക്ക് ഡേറ്റ ഒരുപാട് ലഭിക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം ഡേറ്റ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ത്യ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ഡേറ്റ സെറ്റ്. നെക്സ്റ്റ് ഔട്ട്ഡേറ്റഡ് കീ ഡേറ്റ സെറ്റ് ആണ്. ലാക്ക് ഓഫ് ഫ്രഷ് കൺസപ്ഷൻ ഡേറ്റ ഹാസ് എഫക്റ്റഡ് CP ആൻഡ് പോവർട്ടി എസ്റ്റിമേറ്റ്സ്. അപ്പം നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും പോവർട്ടി എസ്റ്റിമേറ്റ്സിനും ഒക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഡേറ്റാസ് ആണ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. നമ്മുടെ എക്കോണമിയിൽ നമുക്ക് തന്നെ അറിയാം ഓരോ വർഷവും നമ്മുടെ എക്കോണമിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുകയാണ്. അത് പ്രൈസിലായിക്കോട്ടെ, കൺസപ്ഷൻ പാറ്റേണിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓരോ വർഷവും ഈ ഒരു റിലേറ്റഡ് കാര്യങ്ങൾ, ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാണണമെങ്കിലും പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഇയർ ബൈ ഇയർ ഡേറ്റാസ് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നിലവിൽ യൂസ് ചെയ്യുന്നത് ഒരു 5 years ബാക്ക് ഡേറ്റയൊക്കെയാണ്. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ഡേറ്റ സെറ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിനെ, സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു. സ്ക്രാപ്പിംഗ് ഓഫ് സർവേസ് ലൈക്ക് NSSO എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സർവേസ് ബൈ സ്ക്രാപ്പഡ് ക്രിയേറ്റിംഗ് ഡേറ്റ ഗ്യാപ്സ്. NSSO ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സർവേ ഒക്കെ ഇടയ്ക്ക് നടത്തും, ഇടയ്ക്ക് നടത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു ഗ്യാപ്പിലാണ് നടക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ഷൻ നടക്കുന്നില്ല. കോൺട്രവേഴ്സ്യൽ ഡേറ്റ, GDP, IIP ആൻഡ് അതർ ഇൻഡിക്കേറ്റേഴ്സ് ഹാവ് ഫേസ്ഡ് ക്രെഡിബിലിറ്റി കൺസേൺ. കോൺട്രവേഴ്സ്യൽ ഡേറ്റാസ് നമുക്ക് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തെടുക്കാനായിട്ട് നിലവിൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ലിമിറ്റഡ് പവേഴ്സ് ഓഫ് NSC. The National Statistical Commission has struggled to assert its authority. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പവേഴ്സ് ലിമിറ്റഡ് ആണ്. അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ഒരു ഓർഗനൈസേഷൻ, അവരുടെ അതോറിറ്റി പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പവേഴ്സ് കുറവായതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലേക്കും അവർക്ക് കടന്നു ചെന്ന് അവരുടെ ഡേറ്റ കളക്ഷൻ പ്രോപ്പർ ആക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് NSSക്ക് പ്രോപ്പർ പവർ ഇല്ലാത്തതിനാൽ നമുക്ക് സാധ്യമല്ല. അപ്പം അത് ഒരു ലിമിറ്റഡ് പവർ എന്ന് പറയുന്നതും NSSയുടെ ലിമിറ്റഡ് പവറും ഇന്ത്യൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. ഇത്രയൊക്കെ പ്രോബ്ലംസ് നമുക്കറിയാം. ഏതൊരു സിസ്റ്റത്തിനും ഏതൊരു എക്കോണമിക് കണ്ടീഷൻസുകളും കുറേ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യും. അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് നിലവിൽ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയെ പറയാം. ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തെ പറയാം. അത് ഇവിടുത്തെ സിസ്റ്റം കളക്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്രസന്റ് ഇറ. നിലവിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് ആണ്.
The present era marks a transformational phase in the development of statistics driven by technological advancement, policy reforms and increasing demand for evidence-based decision making. അപ്പോൾ ഇന്ന് നിലവിൽ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും എവിഡൻസുകളുടെ അടിസ്ഥാനത്തിലാണ്. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ഒരു ട്രെൻഡായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഡേറ്റ കളക്ഷനും ഡേറ്റ ആക്സസും ഡേറ്റ പ്രൊക്യൂർമെൻറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഡേറ്റ കളക്ഷനിലും ആക്സസിലും പ്രൊക്യൂർമെൻറ്റിലും സ്റ്റോറേജിലും ഒക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനുള്ളത്. പുതുതായിട്ട് വന്നിരിക്കുന്ന പോളിസീസ്, മറ്റ് ഇന്റർനാഷണൽ കോർഡിനേഷൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. First one, digital transformation of statistics. Shift from paper-based data collection to digital surveys. Paper-based data collectionil നിന്നും ഡിജിറ്റൽ സർവേയിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഓൺലൈൻ സർവേകളിലേക്കുള്ള ഒരു മാറ്റം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന് വലിയൊരു മാറ്റമാണ്. യൂസ് ഓഫ് മൊബൈൽ ഡിവൈസസ്, ടാബ്ലറ്റ്സ് ആൻഡ് ക്ലൗഡ് പ്ലാറ്റ്ഫോം ഫോർ റിയൽ ടൈം ഡേറ്റ കളക്ഷൻ. റിയൽ ടൈം ഡേറ്റ കളക്ഷന് വേണ്ടി, പെട്ടെന്നുള്ളൊരു ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടൊക്കെ മൊബൈൽ ഡിവൈസുകളും ടാബ്ലറ്റുകളും ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഷോർട്ട് പീരീഡുകളിലേക്കുള്ള ഡേറ്റാസ് വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫാസ്റ്റർ പ്രോസസ്സിംഗ്, റെഡ്യൂസ്ഡ് എറേഴ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് ഡേറ്റ ക്വാളിറ്റി. നമുക്ക് ഡേറ്റ വളരെ പെട്ടെന്ന് ലഭിക്കുകയും ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് കുറവായിരിക്കുകയും ഡേറ്റയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ഒക്കെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വഴി സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ഡേറ്റ കിട്ടും. അതുപോലെ തന്നെ കോസ്റ്റും കുറവാണ്. ഡേറ്റ കളക്ഷന്റെ കോസ്റ്റും നമുക്ക് കുറവാണ്, എറേഴ്സും കുറവായിരിക്കും. ദാറ്റ് ഈസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. Big data and alternative data sources. Use of big data from administrative records, satellite imagery, sensors, social media and transaction data. നമുക്കിന്ന് ഡേറ്റ അവൈലബിൾ ആകുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ആയിക്കോട്ടെ, സാറ്റലൈറ്റ് ഇമാജിനറീസ് ആയിക്കോട്ടെ, സെൻസേഴ്സ്, സോഷ്യൽ മീഡിയ, ട്രാൻസാക്ഷൻ ഡേറ്റ തുടങ്ങി പല മെത്തേഡുകളിൽ നമുക്ക് ഏകദേശം എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡേറ്റ അവൈലബിലിറ്റി വളരെ ഈസിയാണ്. ഇന്റഗ്രേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ വിത്ത് സർവേ ഡേറ്റ. അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റയും സർവീസ് ഡേറ്റയും അല്ലെങ്കിൽ സർവേ ഡേറ്റാസും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നു. എൻഹാൻസ് കവറേജ്, ടൈം ലൈൻസ് ആൻഡ് കോസ്റ്റ് എഫിഷ്യൻസി. നമുക്ക് വൈഡ് ഇത്ര ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഫുൾ ഡേറ്റ കളക്ട് ചെയ്യുക, എല്ലാ പോപ്പുലേഷൻ ഫുള്ള് ഇൻക്ലൂഡഡ് ആക്കി ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ ഇനിഷ്യേറ്റീവ്സ് വഴിയിട്ട് ലാർജ് ലെവൽ ഡേറ്റ കളക്ഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലിമിറ്റഡ് പീരീഡിനുള്ളിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡേറ്റ കളക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് യൂസ്ഡ് ഫോർ ഡേറ്റ ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക, നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പാറ്റേൺ റിക്കഗ്നിഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഓരോ ഡേറ്റയും ഏത് പാറ്റേണിലുള്ളതാകണം എന്നുള്ളതും അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡേറ്റ ആകണം എന്നുള്ളതും തരം തിരിച്ച് തന്നെ നമുക്ക് AI വഴി കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഡിറ്റക്ടിങ് അനോമാലിറ്റീസ് ആൻഡ് ഫ്രോഡ്സ്. എന്തെങ്കിലും ഫ്രോഡുകളോ എന്തെങ്കിലും അനോമൽ കണ്ടീഷൻസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സപ്പോർട്ട്സ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് പോളിസി ഇവാലുവേഷൻ. നമുക്ക് പോളിസികൾ, അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനും പാസ്റ്റ് ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ കണ്ടീഷൻസ്, എക്കോണമിക് സിസ്റ്റത്തിന്റെ കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ഓഫ് ഡേറ്റ കളക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം. ക്രിയേഷൻ ഓഫ് ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം ലിങ്കിങ് ഡേറ്റ സെറ്റ്സ് അക്രോസ് മിനിസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിഫറെന്റ് എല്ലാ സ്റ്റേറ്റുകളിലെയും ഡേറ്റാസ് സെൻട്രൽ ഓർഗനൈസേഷനിലേക്ക് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊമോട്ട് ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ആൻഡ് ഡേറ്റ ഷെയറിംഗ്. ഒരു സ്റ്റേറ്റിലെ ഡേറ്റ മറ്റൊരു സ്റ്റേറ്റിലെ ഡേറ്റ മറ്റൊരു സ്റ്റേറ്റ്സിന് വേണ്ടി ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസും മറ്റുമൊക്കെ ഷെയർ ചെയ്യപ്പെടാനായിട്ട് ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം വഴി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും ഡേറ്റാസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇൻ ഇന്ത്യ MoSPI ഈസ് ലീഡിംഗ് എഫേർട്ട് അണ്ടർ ദ നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഡേറ്റ കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല, ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എഫേർട്സുകൾ ഇടുന്നുണ്ട്. ആ എഫേർട്സിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ
കോർഡിനേഷനും ഡേറ്റ കളക്ഷനും എഫേർട്ട്ലെസ്ലി സാധ്യമാകുന്നു. സ്ട്രെങ്തനിങ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിലവിൽ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഗ്രേറ്റർ എംഫസൈസ് ഓൺ പ്രൊഫഷണൽ ഇൻഡിപെൻഡൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഫോർ കോർഡിനേഷൻ. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഇൻഡിപെൻഡൻസ്, പ്രൊഫഷണലി ഒരു ഏരിയയെ കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്നു. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുന്നു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസസുകളെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ വഴി ഒരു കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോപ്പറേഷൻ, അഡോപ്ഷൻ ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് സച്ച് ആസ് സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്, SDG ഇൻഡിക്കേറ്റേഴ്സ്, ഇൻക്രീസ്ഡ് കൊളാബറേഷൻ വിത്ത് UN ഏജൻസീസ്, വേൾഡ് ബാങ്ക്, IMF എക്സെട്ര. വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള യുണൈറ്റഡ് നേഷൻ ഏജൻസിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസ് ഒക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകളായിട്ടുള്ള സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ടും SDG ഒക്കെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പ്രധാനമായിട്ടും നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എംഫസൈസ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിക്കാണ്. യൂസ് ഓഫ് മീറ്റ ഡേറ്റ, ഡോക്യുമെന്റേഷൻ ആൻഡ് അഡ്വാൻസ് റിലീസ് കലണ്ടേഴ്സ്, പബ്ലിക് ആക്സസ് ടു ഡേറ്റ സെറ്റ്സ് ആൻഡ് റിപ്പോർട്ട്, ഇൻഡിപെൻഡന്റ് ടെക്നിക്കൽ കമ്മിറ്റി ഫോർ മെത്തഡോളജി റിവ്യൂ. അപ്പോൾ നമ്മുടെ മീറ്റ ഡേറ്റാസ് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി, പ്രോപ്പറായിട്ട് ഡേറ്റകൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് വഴി, ഡേറ്റ കളക്ഷൻ പ്രോസസ്സുകൾ പ്രോപ്പറായിട്ട് നമ്മൾ കലണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ വഴി നമ്മുടെ നിലവിലുള്ള ഡേറ്റ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പബ്ലിക് ഈ ഡേറ്റ ആക്സസ് ചെയ്യുന്നു. പബ്ലിക്കിന് ഈ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാനും പബ്ലിക്കിന് റിപ്പോർട്ടുകളും ഡേറ്റ സെറ്റുകളും ആക്സസ് ചെയ്യാൻ തരത്തിലാണ് നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇന്റർ ഡിപ്പെൻഡന്റ് ടെക്നിക്കൽ കമ്മിറ്റീസ്, മെത്തഡോളജി റിവ്യൂ ആണ്. ഇത് ഒരുപാട് ടെക്നിക്കൽ കമ്മിറ്റീസ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡേറ്റ കളക്ഷനും സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ടെക്നിക്കൽ കമ്മിറ്റീസ് ഉണ്ട്. അത്തരത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റീസ് ഡേറ്റ കളക്ഷനുമായിട്ടുള്ള മെത്തഡോളജികൾ റിവ്യൂ ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള റിവിഷൻസ് കണ്ടക്ട് ചെയ്യുക ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വഴി ഡേറ്റയുടെ ക്വാളിറ്റിയും ട്രാൻസ്പെറൻസിയും എൻഷുർ ചെയ്യുന്നു. എക്സ്പാൻഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഗവേണൻസ്. Statistics is now central to policy formulation and evaluation. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. മോണിറ്ററിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം, ഗവൺമെന്റ് പ്രോഗ്രാമുകൾ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ അടിസ്ഥാനത്തിലാണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഔട്ട്കം ബേസ്ഡ് ഗവേണൻസും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗവേണൻസിന്, പ്രോപ്പറായിട്ടുള്ള ഒരു ഗവേണൻസിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രോത്ത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ്. നിലവിൽ നമുക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം മറ്റൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് വഴി എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്, ഹെൽത്ത് ആൻഡ് എപ്പിഡോമോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ബിസിനസ് അനാലിറ്റിക്സ് ആൻഡ് മാർക്കറ്റ് റിസർച്ചിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് വഴി അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഇന്ന് ഏകദേശം എല്ലാ ഫീൽഡുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. സിറ്റിസൺ സെൻട്രിക് ആൻഡ് എത്തിക്കൽ ഡേറ്റ യൂസ് ആണ്. ഫോക്കസ് ഓൺ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡേറ്റ പ്രൈവസി. ഡേറ്റാസ് പബ്ലിക്കിന് വേണ്ടി, ജനറൽ പബ്ലിക്കിന് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൈവസി ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ അവർ ഓർഗനൈസേഷൻസിൽ തന്നെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അനോണിമിസ്റ്റേഷൻ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എത്തിക്കൽ യൂസ് ഓഫ് ഡേറ്റ ടു പ്രിവെന്റ് മിസ്യൂസുകൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡേറ്റാസ് എത്തിക്കലി ആണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ യൂസ് ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ജനറൽ പബ്ലിക്കിന് ഡേറ്റാസ് കിട്ടും, ഓക്കെ, അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്നൊന്നും പോയി ഒരുപാട് ഡേറ്റാസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള ഡേറ്റാസ് ഒന്നും തന്നെ പബ്ലിഷ് ചെയ്യില്ല. ഡേറ്റ പ്രൈവസി, പേഴ്സണൽ പ്രൈവസി ഡേറ്റാസുകൾ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, പബ്ലിഷ് ചെയ്യില്ല. അതർവൈസ് ബാക്കി ഡേറ്റാസ് ഒക്കെ ജനറൽ പബ്ലിക്കിന്
പബ്ലിഷ് ചെയ്യും. ഇൻ ദി പ്രസന്റ് era, statistics are evolved from a mere tool for data collection to a strategic instrument for development and governance. ഡെവലപ്മെന്റിനും ഗവേണൻസിനും ഒക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ച് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ട്രെൻഡ് ഉള്ളത് കൊണ്ട് അഡ്വാൻസസ് ഇൻ ടെക്നോളജി, ഡേറ്റാ സയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോം ഹാവ് സിഗ്നിഫിക്കന്റ്ലി സ്ട്രെങ്തൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, മേക്കിംഗ് ഇറ്റ് മോർ റോബസ്റ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് റെസ്പോൺസീവ് ടു സൊസൈറ്റിയൽ നീഡ്സ്. അപ്പോൾ ഡേറ്റാ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊതുജനങ്ങൾക്കൊക്കെ ഈ നമ്മുടെ ഇക്കോണമിയുടെ കണ്ടീഷൻസിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമായി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിലവിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർലി ഒരു ഓർഗനൈസ്ഡ് വേയിലാണ് റൺ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റാ കളക്ഷൻ വളരെ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എങ്കിൽ നിലവിൽ ഇന്ന് നമ്മളൊരു ഡിസിഷൻ മേക്ക്, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമുക്കിനി ഇതിൽ പഠിക്കാൻ വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഫിഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്മെന്റ് ഇൻ വേൾഡ് ആണ്. സ്റ്റാറ്റിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻ വേൾഡ് ഉണ്ട്. കുറച്ച് കമ്മീഷനും കമ്മിറ്റീസുകളെയും കുറിച്ച് പറയാനുണ്ട്. മഹാലനോബിസ് കമ്മീഷൻ, സി രംഗരാജൻ കമ്മീഷൻസ് പോലെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസ് ഉണ്ട്. വേൾഡ് ഡെവലപ്മെന്റ് ഉണ്ട്. ആദ്യമായിട്ട് ലോകത്ത് തന്നെ ഫസ്റ്റ് ടൈം വന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടീഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ വരുമ്പോൾ എവല്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് മഹാലനോബിസ് കമ്മീഷനും അതുപോലെ തന്നെ സി രംഗരാജൻ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് നമുക്ക് പിന്നീട് എടുക്കാം. നമുക്കിനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇൻ വിച്ച് ഇയർ വാസ് ദ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്മിറ്റി സെറ്റപ്പ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് രാജ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ കമ്മിറ്റി ഏത് വർഷമാണ് സ്ഥാപിച്ചതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കമ്മിറ്റികളുടെ പേരുകളും മറ്റൊക്കെ ഉണ്ട്, നോക്കാം. അപ്പോൾ എന്താണ്, 1862 ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ായിട്ടൊരു ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് പബ്ലിഷ്ഡ് ഇൻ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് പബ്ലിഷ് ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലണ്ടനിലാണ്. എവിടെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ലണ്ടനിലാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്, കൽക്കട്ട, ഡൽഹി, ബോംബെ. പക്ഷെ ആദ്യത്തെ അബ്സ്ട്രാക്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരുന്നത് ലണ്ടനിലാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. Next question, who was appointed as the first Director General of Statistics in 1871? 1871 ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തത് ആരെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തത്? എ ഡയറക്ടർ ടു കൺസോളിഡേറ്റ് ഇമ്പീരിയൽ സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ് ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തത് 1871. അപ്പം വിശ്വേശ്വരയ്യയെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അതിനു ശേഷമാണ്. തിയോഡി ഗ്രിഗറി എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്തതാണ്. പിന്നെ PC മഹാലനോബിസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് 1949 നമുക്ക് സ്വാതന്ത്ര്യം. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എ ഡയറക്ടർ ടു കൺസോളിഡേറ്റ് ദ ഇമ്പീരിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആദ്യം ഒരു ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത അതോറിറ്റി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സൈമൾട്ടേണിയസ് പോപ്പുലേഷൻ സെൻസസ് അക്രോസ് ഇന്ത്യ വാസ് കണ്ടക്ടഡ് ഇൻ? ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സൈമൾട്ടേണിയസ് ആയിട്ടുള്ള, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്തത് ഏത് വർഷമാണെന്നുള്ളതാണ്. നമുക്കറിയാം 1881 കണ്ടക്ട് ചെയ്തത്. 1881 ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. സൈമൾട്ടേണിയസ് പോപ്പുലേഷൻ സെൻസസ് ആണ്. സൈമൾട്ടേണിയസ് പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 1881. നമ്മളതിന് മുന്നേ പഠിച്ചൊരു കാര്യമാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Which organization later absorbed the separate statistical bureau set up in 1995? 1895 ഏത് ഓർഗനൈസേഷനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തതെന്നുള്ളതാണ്. NSSO, CSO, MOSP ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1895 വരുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ് ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ആയിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രിട്ടീഷ് എംപയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് 1920 emphasized the creation of 1920 നടന്ന ബ്രിട്ടീഷ് എംപയർ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് എന്ത് കാര്യത്തിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തതെന്നുള്ളതാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ, എംപവേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സ് ഇൻ കോളനീസ്, എക്കണോമിക് സർവേ. അപ്പോൾ എപ്പോഴും ബ്രിട്ടീഷുകാർ
കൊണ്ടുവന്ന ഒരു കോൺഫറൻസ് ആണ്. അവരുടെ കോളനികൾ, ഇന്ത്യൻ കോളനികളിൽ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വേണം എന്നാണ് പറയുന്നത് 1920 കോൺഫറൻസിൽ. ആൻസർ സി ആണ്. The Economic Inquiry Committee 1925 was chaired by 1925 എക്കണോമിക് എൻക്വയറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ്. എം വിശ്വേശ്വരയ്യ ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. The Bowley-Robson Committee 1934 focused on. Bowley-Robson Committee 1934 വർഷം കൂടി ഓർത്തോളാം. 1934 ബൗലി-റോബ്സൺ കമ്മിറ്റി എന്തിനെയാണ് ഫോക്കസ് ചെയ്തെന്നുള്ളതാണ്. ഓപ്ഷൻ എ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബി അഗ്രികൾച്ചർ സെൻസസ്, സി എക്കണോമിക് സെൻസസ് റോഡ് മാപ്പ്, ഡി പോപ്പുലേഷൻ സെൻസസ്. അപ്പോൾ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എക്കണോമിക് സെൻസസ് റോഡ് മാപ്പിംഗ് ആണ് ബൗലി-റോബ്സൺ കമ്മിറ്റി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ തിയോഡി ഗ്രിഗറി ഇൻ 1946? 1946 തിയോഡർ ഗ്രിഗറി ഹെഡഡ് ആയിട്ട് ചെയർമാനായിരുന്ന കമ്മിറ്റി ഏതാണെന്നുള്ളതാണ്. തിയോഡി ഗ്രിഗറി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ്. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഓഫ് കമ്മിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ്. രംഗരാജൻ നമുക്ക് ഓൾറെഡി അറിയാം, സി രംഗരാജനാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ കമ്മിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചെയർമാനായിരുന്നത് തിയോഡർ ഗ്രിഗറിയാണ്. ഓപ്ഷൻ പി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെവലപ്മെന്റ് പ്രൈമർലി സേവ്ഡ് വിച്ച് ഇൻട്രസ്റ്റ്? ബ്രിട്ടീഷുകാർ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് പ്രധാനമായിട്ടും അവരുടെ കൊളോണിയൽ സെൽഫ് ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയാണ്. ഇന്ത്യൻ വെൽഫെയറിനോ ഇന്ത്യയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനോ പോവർട്ടി ഇറാഡിക്കേഷനോ ഒന്നും അല്ല, അവരുടെ കൊളോണിയൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഏരിയ ഹാഡ് വെൽ ഡെവലപ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്? ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഏത് ഏരിയയിലാണ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നത്? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ്, ട്രേഡ് ആൻഡ് ഫിനാൻസ്, പോവർട്ടി വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം അവർ ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ട്രേഡ് ആൻഡ് ഫിനാൻസിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് വേ ഓഫൻ യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിന്റെ ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പഗണ്ടയുടെ ടൂളായിട്ടാണ്. നമ്മുടെ ഒരു ബേസിക് പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഡിസിഷൻ എടുത്തിരുന്നു എന്നുള്ളതാണ്. പ്രൊപ്പഗണ്ട എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Who led the post-independence revamp of India's statistical system? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ റീവാമ്പ് ചെയ്തത് ആരാണെന്നുള്ളതാണ്. സി രംഗരാജൻ, എം വിശ്വേശ്വരയ്യ, പി സി മഹാലനോബിസ്, അമർത്യ സെൻ ആണുള്ളത്. നമുക്കറിയാം ആരാണ്. പി സി മഹാലനോബിസ് ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പി സി മഹാലനോബിസിന് ശേഷമാണ് സി രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസും മറ്റുമൊക്കെ വന്നത്. The Mahalanobis model of data collection emphasized on. Mahalanobis model of data collection എന്തിനാണ് പ്രാധാന്യം നൽകിയതാണ്? കംപ്ലീറ്റ് എന്യൂമറേഷൻ, കേസ് സ്റ്റഡീസ്, റാൻഡം സാമ്പിളിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ ഓൺലി. ഓൾറെഡി ഞാൻ പറഞ്ഞു റാൻഡം സാമ്പിളിംഗ് ഡേറ്റ കളക്ഷൻ ആണ് മഹാലാനോബിസ് മോഡലിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ മഹാലനോബിസ് മോഡൽ സ്ട്രോങ്ലി സപ്പോർട്ടഡ്. മഹാലനോബിസ് മോഡൽ ഏത് 5-year പ്ലാനിനെയാണ് സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. സെക്കൻഡ് 5-year പ്ലാനിനെയാണ് മഹാലനോബിസ് മോഡൽ സപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ആക്ട് ഗവേൺസ് ദ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ടുഡേ? നിലവിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ ഏതാണെന്നുള്ളതാണ്. സെൻസസ് ആക്ട് 1951, കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008, സ്റ്റാറ്റിസ്റ്റിക് റെഗുലേഷൻ ആക്ട് 2010, NSS ആക്ട് 2005 ആണ്. കളക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008 ആണ്. 2008 ഇതിന് മുന്നേ നിന്നിരുന്നത് 1953 അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008 ആണ് സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ കളക്ഷൻസിനെയൊക്കെ ഗവേൺ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. The nodal agency for official statistics in India is. ഇന്ത്യയിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമുക്കറിയാം. നമ്മൾ ഒരുപാട് ഇതിന്റെ തന്നെ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുന്നേ വർക്ക്ഔട്ട് ചെയ്തതാണ്. മിനിസ്ട്രി ഓഫ് ഒഫീഷ്യൽ
സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ MOSPI ആണ് നമ്മുടെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയാണ് നിലവിലെ നമ്മുടെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. വിച്ച് പ്രിൻസിപ്പിൾസ് എൻഷുവേഴ്സ് അനോണിമൈസേഷൻ ഓഫ് റെസ്പോണ്ടന്റ്, അതായത് റെസ്പോണ്ടന്റുകളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാതെ നമ്മൾ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? അത്തരത്തിൽ റെസ്പോണ്ടന്റുകളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഒന്നും പബ്ലിഷ് ചെയ്യാത്ത പ്രിൻസിപ്പിൾ ഇതിൽ ഏത് പ്രിൻസിപ്പിൾ ആണെന്നുള്ളതാണ്. നമുക്കറിയാം കോൺഫിഡൻഷ്യാലിറ്റി റിലേറ്റ് ചെയ്യുന്നത് അനോണിമൈസേഷനുമായിട്ടാണ്. കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് ഒന്നും പബ്ലിഷ് ചെയ്യരുത് എന്നാണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യസ് ടേം ആസ് എ മെമ്പർ ഓഫ് ദ UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. UN സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഇന്ത്യ മെമ്പർ ആയിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാണ് 2024 ആൻഡ് 2027 ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ മെമ്പർ ആയിരിക്കുന്നത്. 2024 മെമ്പർ ആവുകയും 2027 മാറുകയും ചെയ്യും. 2024 to 27 കാലഘട്ടത്തിലാണ് ഇന്ത്യ UN മെമ്പർ ആയിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. IDS ഇന്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം അണ്ടർ NPOS എയിംസ് ടു എന്താണ് NPOSന്റെ കീഴിലുള്ള IDSന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്തൊക്കെയാണെന്നാണ്? റീപ്ലേസ് സർവേസ്, ഇന്റർലിങ്ക് ഡേറ്റാ സെറ്റ് അക്രോസ് മിനിസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ്, പ്രൈവറ്റൈസ് ഡേറ്റ കളക്ഷൻ, റെഡ്യൂസ് ഡേറ്റ ഡിസമിനേഷൻ. അപ്പം IDSന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഇന്റർലിങ്ക് ഡേറ്റ സെറ്റ് അക്രോസ് മിനിസ്ട്രീസ് ആണ് സ്റ്റേറ്റ്. പലതരത്തിലുള്ള സ്റ്റേറ്റുകളിലെയും മിനിസ്ട്രീസുകളുടെയും ഡേറ്റ സെറ്റുകളെ ഇന്റർലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് IDSന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ടെക്നോളജി യൂസ്ഡ് ഫോർ ഡിജിറ്റൽ സർവേസ്? ഡിജിറ്റൽ സർവേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് CAPI ആണ്. OCR, GIS, CAPI, RFID എന്നുണ്ട്. അതിൽ CAPI ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിജിറ്റൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. CAPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് പേഴ്സണൽ ഇന്റർവ്യൂവിംഗ് എന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ഡേറ്റ കളക്ട് ചെയ്യാണ് CAPI എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സർവീസിനൊക്കെ CAPI ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വൺ മേജർ ബെനിഫിറ്റ് ഓഫ് IDSന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. മാനുവൽ പ്രോസസ്സിംഗ്, ഡിലൈഡ് റിപ്പോർട്ട്സ്, AI ആൻഡ് ML ഇന്നോവേഷൻ ഹബ്, റെഡ്യൂസ്ഡ് ഡേറ്റ കവറേജ്. നമുക്ക് ഓൾറെഡി അറിയാം ആർട്ടിഫിഷ്യൽ ആൻഡ് AI ആൻഡ് ML ഇന്നോവേഷൻ ഹബ്ബാണ് IDSന്റെ പ്രധാനപ്പെട്ട ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ലോങ് റണ്ണിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സസൈസസ് വാസ് ഇന്റർപ്രിറ്റഡ് റീസെൻ്റ്ലി? ഇപ്പം നിലവിൽ ഇന്ത്യയിൽ സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റി ഏതാണെന്നുള്ളതാണ്. പോപ്പുലേഷൻ സെൻസസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുള്ളി നടക്കുന്ന, കുറേ കാലമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് മോസ്റ്റ് സക്സസ്ഫുള്ളി നടക്കുന്നത് പോപ്പുലേഷൻ സെൻസസ് ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ക്രാപ്പിംഗ് ഓഫ് വിച്ച് സർവേ ക്രിയേറ്റഡ് മേജർ എംപ്ലോയ്മെന്റ് ഡേറ്റ ഗ്യാപ്സ്? മേജർ എംപ്ലോയ്മെന്റ് ഡേറ്റ ഗ്യാപ്പ് വന്നത് ഏത് സർവേയിലാണ്? NSSO എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സർവേയിലാണ് എംപ്ലോയ്മെന്റ് ഡേറ്റ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. നാഷണൽ കമ്മീഷൻ ഫേസ് വിച്ച് മേജർ ഇഷ്യൂ? ഇതിൽ പറയുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ലിമിറ്റഡ് അതോറിറ്റി ആൻഡ് പവർ ആണുള്ളത്. ഇതാണ് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ലിമിറ്റഡ് അതോറിറ്റി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് രാജ്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടായ ഡെവലപ്മെന്റ്, മേജർ ഡെവലപ്മെന്റുകൾ ഏതൊക്കെയാണ്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ ആയിട്ടുള്ള, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ട്രേഡ് ആൻഡ് ഫിനാൻസ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ഫിനാൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് വെയർ മോർ ഡെവലപ്ഡ് ദാൻ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സുകളേക്കാൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തത് ട്രേഡ് ആൻഡ് ഫിനാൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ കൂടുതൽ ഫോക്കസ്
ഫോക്കസ് ചെയ്തത് ട്രേഡ് ആൻഡ് ഫിനാൻസ് ആണ്. സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റിനേക്കാൾ ട്രേഡിനും ഫിനാൻസിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തത് ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഫേർട്സ് വെയർ പ്രൈമറി ഡ്രിവൺ ബൈ വെൽഫെയർ കൺസിഡറേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. കേൾക്കുമ്പോഴേ അറിയാം ബ്രിട്ടീഷുകാരെന്താണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി വന്നവരല്ല അല്ലേ. ഓൾറെഡി നമ്മൾ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ എക്കോണമിക് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ ഫോക്കസ് ചെയ്തിരുന്നത് ട്രേഡ് ആൻഡ് ഫിനാൻസ് ആണ്, നമ്മുടെ സോഷ്യൽ വെൽഫെയറിനെ അവർ ഫോക്കസ് ചെയ്തിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഫേർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു പോയിന്റ് ആണ്. അപ്പോൾ അത് വരില്ല. നമ്മുടെ ഓപ്ഷൻസിൽ ഈ കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യൻ. അതും നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അത് ലണ്ടനിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സൈമൾട്ടേനിയസ് പോപ്പുലേഷൻ സെൻസസ് അക്രോസ് ഇന്ത്യ ബിഗൻ ഇൻ 1881. അതും നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇന്ത്യയിൽ സൈമൾട്ടേനിയസ് പോപ്പുലേഷൻ സെൻസസ് ആദ്യമായിട്ട് നടന്നത് 1881 അപ്പോൾ 1881. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 ട്രൂ ആയിട്ടുള്ള ആൻസറിൽ വരേണ്ട പോയിന്റുകൾ 1, 3 and 4 ആണ്. അപ്പോൾ ഓപ്ഷൻസ് എയിലാണെങ്കിൽ 1, 3 and 4 ഉണ്ട്, 1 and 2 ഉണ്ട്, 2 and 3 ഉണ്ട്, 3 and 4 ഉണ്ട്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3 and 4 ആണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ എക്കോണമിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് പ്രോബ്ലംസ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്, നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ട്രൂ ആണോ ന്യൂട്രൂ ആണോ? അപ്പോൾ നോട്ട് ട്രൂ ആണെന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വെയർ യൂസ്ഡ് ആസ് എ പ്രൊപ്പഗണ്ട ടൂൾ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു പ്രൊപ്പഗണ്ട ടൂൾ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് അതിന് ശേഷമാണ്, അതായത് മഹാലാനോബിസ് കമ്മീഷന് ശേഷമാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പ്രൊപ്പഗണ്ടയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ അത് റെക്കമെൻഡേഷൻ ഓഫ് റിഫോം കമ്മിറ്റീസ് വെർ ഫുള്ളി ഇംപ്ലിമെന്റഡ്. റിഫോം കമ്മിറ്റികളെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അപ്പോൾ അത് കറക്റ്റാണ്, നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് ഇന്ത്യ ഇൻകം ആൻഡ് ഡേറ്റ വെയർ വീക്ക്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെയും ഇൻകത്തെയും കുറിച്ചുള്ള ഡേറ്റാസ് വീക്ക് ആയിരുന്നു, പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തിരുന്നില്ല. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട. കൊളോണിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെയർ ന്യൂട്രൽ ആൻഡ് ഡെവലപ്മെന്റ് ഓറിയന്റഡ് എന്നാണ് പറയുന്നത്. കൊളോണിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് ന്യൂട്രൽ അല്ലായിരുന്നു, കൊളോണിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിരുന്നില്ല. കൊളോണിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരുടെ ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ 4 തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പം 2 and 4 ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Find out the statement or statements that are true about Mahalanobis model of statistics. Mahalanobis model of statisticsമായിട്ട് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇറ്റ് എംഫസൈസ്ഡ് കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓവർ സാമ്പിളിങ്. തെറ്റാണ്. കാരണം മഹാലാനോബിസ് ആണ് സാമ്പിളിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇറ്റ് റിലേഡ് ഹെവിലി ഓൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. അതെ, റാൻഡം സാമ്പിളിംഗ് മെത്തേഡുമായിട്ട് കൂടുതൽ എംഫസൈസ് ചെയ്യണം, അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യണം എന്ന് പറയുന്നത് മഹാലാനോബിസ് മോഡൽ, മഹാലാനോബിസ് കമ്മീഷൻ ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് സ്ട്രെങ്തൻഡ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്തത് മഹാലാനോബിസ് കമ്മീഷൻ വന്നതിന് ശേഷമാണ്. കറക്റ്റ് ആണ്. 4, ഇറ്റ് സപ്പോർട്ടഡ് ഇന്ത്യ സെക്കൻഡ് 5-year പ്ലാൻ. ഇന്ത്യയുടെ സെക്കൻഡ് 5-year പ്ലാനിനെ സപ്പോർട്ട് ചെയ്തത് മഹാലാനോബിസ് കമ്മീഷൻ ആണ്. സോ ഓപ്ഷൻ എ, 2, 3 and 4 ആണ് ദ കറക്റ്റ് ആൻസേഴ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്.
ട്രൂ അല്ലാത്തതാണ്. ഓക്കെ, ട്രൂ ആയത് നമ്മൾ എടുക്കരുത്, ട്രൂ അല്ലാത്തത് വേണം എടുക്കാൻ. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം ലെഡ് ബൈ MOSPI. MOSPIയുടെ കീഴിൽ ഇൻ്റഗ്രേറ്റഡ് ഡേറ്റ സിസ്റ്റം വേണം എന്ന് വന്നു, ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് NPOSന്റെ ഭാഗമായിട്ടാണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കില്ല, നോട്ട് ട്രൂ ആണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ഡിസ്കറേജസ് ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ബിറ്റ്വീൻ ഡേറ്റാ സെറ്റ്. ഡേറ്റാ സെറ്റുകൾ ഇന്റർ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഡേറ്റാ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. അപ്പോൾ അത് ഡിസ്കറേജ് എന്നാണ് പറയുന്നത്, എൻകറേജ് ചെയ്തു എന്നാണ് വരേണ്ടത്. അപ്പോൾ അത് തെറ്റായിട്ട്, നോട്ട് ട്രൂ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇറ്റ് ഇസ് സപ്പോർട്ട് ഡിജിറ്റൽ സർവേ പ്ലാറ്റ്ഫോംസ് ലൈക്ക് CAPI ആൻഡ് ഓൺലൈൻ സർവേസ്. CAPIയും ഓൺലൈൻ സർവേസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത് നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. 4, ഇറ്റ് ഇഗ്നോർസ് ദ യൂസ് ഓഫ് AI ആൻഡ് മെഷീൻ ലേണിംഗ്. AI ആൻഡ് മെഷീൻ ലേണിങ്ങിനെ ഇത് ഇഗ്നോർ ചെയ്തതാണ്. AI ആൻഡ് മെഷീൻ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്തതും നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ഫാക്ടാണ്. ഇഗ്നോർ എന്നാണ് പറയേണ്ടതല്ല, സപ്പോർട്ട് എന്നാണ് വരേണ്ടത്. അപ്പോൾ 2 and 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find out the statement or statements that are true about challenges in India's official statistical system. ഇന്ത്യയിലെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചാലഞ്ചസ് ഏതൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ അൺഇന്റർപ്രറ്റഡ് സെൻസസ് ട്രഡീഷൻ സിൻസ് 1881 വാസ് റീസെന്റ് ബീൻ ബ്രോക്കൺ. അപ്പോൾ 1881 കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു പോപ്പുലേഷൻ സെൻസസ്. 10 ഇയേഴ്സിലൊരിക്കൽ നമ്മൾ നടത്തുന്നത്. പക്ഷെ അത് 2021 അത് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ഒരു പ്രശ്നമായിരുന്നു, ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഇന്ത്യസ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ബാധിച്ചൊരു പ്രശ്നമാണ്. ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, ഓൾ കീ ഡേറ്റാ സെറ്റ് ഇൻ ഇന്ത്യ ആർ അപ്ഡേറ്റഡ് റെഗുലർലി. ഇന്ത്യയിലെ ഡേറ്റാ സെറ്റുകളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞു. ഇന്ത്യയിലെ ഡേറ്റാ സെറ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതല്ല, പഴയ ഡേറ്റാ സെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇത് തെറ്റായിട്ടുള്ളൊരു ഫാക്ടറാണ്. നെക്സ്റ്റ്, സ്ക്രാപ്പിംഗ് ഓഫ് സർട്ടൺ സർവീസ് ക്രിയേറ്റഡ് സീരിയസ് ഡേറ്റ ഗ്യാപ്സ്. അതുപോലെ തന്നെ ചില ഏരിയയിലെ ഡേറ്റ കളക്ഷനിൽ ഉണ്ടാകുന്ന കാലതാമസം ആ ഡേറ്റ കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നത് കറക്റ്റാണ്. എംപ്ലോയ്മെന്റ് ഡേറ്റ കളക്ഷൻ്റെ ഒരു ഗ്യാപ്പ് നമ്മുടെ സ്ക്രാപ്പിംഗ് ഓഫ് ഡേറ്റ കളക്ഷനുമായിട്ട് NOSന്റെ ഒരു ഡേറ്റ കളക്ഷൻ ഗ്യാപ്പായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ട്രൂ ആയിട്ട് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഹാസ് ലിമിറ്റഡ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്. അതുപോലെ തന്നെ NSOക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ ലിമിറ്റഡ് ആണ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഇന്ത്യ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ 1, 3 and 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ ഈസ് അല്ലെങ്കിൽ മെയിൻ സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരിയഡ് ട്രേഡ് ആൻഡ് ഫിനാൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ വെർ മോർ ഡെവലപ്ഡ് ദാൻ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സുകളേക്കാൾ കൂടുതൽ ഡെവലപ്പ് ആയത് ട്രേഡ് ആൻഡ് ഫിനാൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റീസൺ ആണോ താഴെ വരുന്നത് നോക്കാം. ദി കൊളോണിയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വാസ് മെയിൻലി ഡിസൈൻഡ് ടു മോണിറ്റർ ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ്. ബ്രിട്ടീഷ് സാധനങ്ങളെ വിൽപ്പന നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ടാണ് ഇന്ത്യൻ എക്കോണമിയെ ഇവർ കണ്ടിരുന്നതും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഇവർ ഫ്രെയിം ചെയ്തിരുന്നതും കറക്റ്റാണ്. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ട്രേഡിനും ഫിനാൻസിനാണ് ഫോക്കസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ട്രേഡിനും ഫിനാൻസിനും ഫോക്കസ് ചെയ്താണ് അവർ ആദ്യത്തെ കൊളോണിയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം കൊണ്ടുവരുന്നതെന്നാണ്. അപ്പോൾ ബോത്ത് the statement are true and R is the correct explanation of A. എന്നുള്ള ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് A and R, Aയും Rഉം ട്രൂ ആണ്. Aനെ റെക്കമെൻഡ് അല്ലെങ്കിൽ Aനെ റെഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, അസർഷനെ റെഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് റീസണിൽ പറയുന്നത്. അത് 6 കറക്റ്റായിട്ട് A എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് assertion, several official committees during the British Raj recommended reforms India's official statistical system. അപ്പോൾ ആദ്യകാല ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഒരുപാട് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ കമ്മിറ്റികൾ കുറേ റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നു. അല്ല, അത് കറക്റ്റ് ആണ്. റീസൺ, മോസ്റ്റ് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദീസ് കമ്മിറ്റീസ് വർ എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റഡ്. ഇതിൽ പറയുന്ന പല റെക്കമെൻഡേഷൻസും ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്ത് യാതൊരു റെക്കമെൻഡേഷൻസും റിഫോംസും ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല.
അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം 1949 ശേഷമാണ് റിഫോംസുകളൊക്കെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂവും ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസുമാണ്. അപ്പോൾ അത് 6 ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. A is true and R is false. Next assertion. Post-independence India made a serious effort to strengthen its statistical infrastructure. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചറെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. റീസൺസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് പ്രൊഫസർ PC Mahalanobis introduced large scale random sampling and strengthened national statistical institutions. അതിന്റെ ഭാഗമായിട്ടാണ് പ്രൊഫസർ PC Mahalanobis കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതും അവർ ലാർജ് സ്കെയിൽ വളരെ വലിയ രീതിയിൽ തന്നെ റാൻഡം സാമ്പിളിംഗ് മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങുകയും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് രണ്ടാമതും പറയുന്നത്. 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. 6 കറക്റ്റ് ആയിട്ട് അസർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Next assertion. The National Policy on Official Statistics NPOSS proposes the creation of an integrated data system. Integrated data system implement ചെയ്യണമെന്ന് നാഷണൽ പോളിസി ഓൺ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ആൻഡ് അതെന്താണ് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ റീസൺ ദ ഇന്റഗ്രേറ്റഡ് data system aims to interlink data set across ministries and states and enable interoperability. അപ്പോൾ IDS വഴി പല സ്റ്റേറ്റിലെ മിനിസ്ട്രീസിലെയും ഡേറ്റാ സെറ്റുകളെ ഇന്റർ കണക്ട് ചെയ്യുകയും ഒരു കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യും, ഇന്റർ ഓപ്പറേറ്റബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടും കറക്റ്റ് തന്നെയാണ്. 6 കറക്റ്റ് ആയിട്ട് എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Next assertion. The credibility of some key economic indicators in India has been questioned in recent years. അപ്പം നിലവിൽ ഇന്ത്യയുടെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കുറച്ച് അഡിക്വേറ്റ് ആയിട്ടുള്ള വിവരങ്ങളല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പർ അല്ല എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് GDP ആൻഡ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഹാവ് ഫേസ്ഡ് മെത്തഡോളജിക്കൽ ആൻഡ് ട്രാൻസ്പെറൻസി കൺസേൺ. ഇന്ത്യയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള GDPയും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും ഒക്കെ മെത്തഡോളജിക്കൽ ആൻഡ് ട്രാൻസ്പെറൻസി കൺസേൺസ്, അല്ലെങ്കിൽ മെത്തഡോളജികൾ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി പ്രോപ്പർ അല്ലാതെ ഡേറ്റ കളക്ഷൻ ട്രാൻസ്പെറൻറ്റ് അല്ലാണ്ടിരിക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. കറക്റ്റ് തന്നെയാണ്. ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി എഫക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഇൻഡിക്കേറ്റേഴ്സ് പ്രോപ്പർ ആയിട്ട് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പ്രോപ്പർ മെത്തഡോളജീസ് യൂസ് ചെയ്ത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താങ്ക് യു.